തീർച്ചയായും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ വലിയ ഇരയാണ് നമ്മൾ. ഞാനൊരു തമാശ പറഞ്ഞോട്ടെ, തമാശയായിട്ട് കേൾക്കുന്ന പ്രേക്ഷകർ വേറെ രൂപത്തിലെടുക്കരുത്, നമ്മളൊരു തികച്ചും തമാശയായിട്ട് തന്നെ എടുക്കണം. നമ്മളൊക്കെ വിവാഹത്തിന് പോകുന്നവരാണ്. വിവാഹത്തിന് പോകുമ്പോൾ വിവാഹത്തിൻ്റെ സമയം കഴിഞ്ഞാൽ, ഫംഗ്ഷൻ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായി നമ്മൾ എത്ര പേർ ഭക്ഷണത്തിന് മുമ്പേ കൈ കഴുകും? നമ്മളൊന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഭാഗമായി ഞാനത് നിരീക്ഷണം നടത്തിയിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ്. വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ചെയ്യാറുള്ളൂ. മുമ്പ്, അതിന് ശേഷം കൈയൊക്കെ കഴുകാറുണ്ട്. നമ്മളൊരു ഈ വലിച്ചെറിയൽ ശീലം പറഞ്ഞതുകൊണ്ടാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയുക, അതൊരു ശീലത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു ശീലത്തിൻ്റെ ഒരു പ്രശ്നവും കൂടി ഈ പരിസ്ഥിതിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് മാലിന്യത്തിലും വെള്ളത്തിൻ്റെ സംരക്ഷണത്തിലും. എന്നോട് ചോദിച്ച ചോദ്യം കാലാവസ്ഥയുടെ മാറ്റമാണ്. തീർച്ചയായും കാലാവസ്ഥ മാറ്റം ഗൗരവമായി നടക്കുന്നൊരു ഭൂശാസ്ത്ര പ്രദേശമാണ്. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. എന്തെന്നാൽ ഈ ഭൂമിയിൽ ഇതുപോലൊരു ഒരു ഭൂപ്രദേശം ഭൂമിയിൽ വേറെ ഒരിടത്തുമില്ല. കാരണം എല്ലാം കൂടി ചേർന്നത്, ഇതുപോലെ മഴയുള്ള സ്ഥലമുണ്ട്, ഇതുപോലെ കാടുള്ള സ്ഥലമുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടി ചേർന്നൊരു ഭൂശാസ്ത്ര പ്രദേശം. അതെന്താ എല്ലാം കൂടി ചേർന്നത്? സൂര്യപ്രകാശത്തിൻ്റെ അടുത്ത് കിടക്കുന്ന, ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലം, ഒരു വശത്ത് മലകൾ, ഒരു വശത്ത് കടലുകൾ, വ്യത്യസ്ത തരത്തിലുള്ള കടലുകളുടെ സംഗമം, അതുപോലെ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ കടലിനും മലയ്ക്കും സ്വാധീനം, ഇവിടുത്തെ ഭൂവിനിയോഗത്തിന് അതിൻ്റെ സ്വാധീനം, ഇങ്ങനെ പിന്നെ ഭൂമിശാസ്ത്രപരമായ ചരിവ്, പുഴകളുടെ പ്രത്യേകതകൾ, ചരിവിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള ചരിവിൻ്റെ പ്രത്യേകത, വിശാലമായ സ്ഥലങ്ങളില്ലാത്ത പ്രദേശം, അങ്ങനെ വളരെ പെക്യുലറായിട്ടുള്ള പ്രത്യേകതയുള്ള ഒരു ഭൂശാസ്ത്ര പ്രദേശമാണ് കേരളം. അങ്ങനെ വളരെ സെൻസിറ്റീവായൊരു പ്രദേശമാണ്. അത് പശ്ചിമഘട്ടം മാത്രമല്ല, ഇങ്ങനെ താഴേക്ക് എടുത്താലും തീരം വരെ അങ്ങനെ ഒരു സെൻസിറ്റീവ് ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വളരെ മനോഹരം, അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പുഴയുണ്ടായത്, ഇത്രയും മഴയുണ്ടായത്, ഇത്രയും നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ടായത്. പക്ഷേ അതിന് കൃത്യമായ മാറ്റം വരുന്നു. മഴയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഓറോഗ്രാഫിക് റെയിൻഫാൾ ആയിരുന്നു കുറേയൊക്കെ കിട്ടിയിരുന്നത്, അത് കൺവെൻഷണൽ റെയിൻഫാളിൻ്റെ രൂപത്തിലേക്ക് മാറുന്നു. പല രൂപത്തിൽ മഴയുടെ രൂപം മാറുന്നു. അതിൻ്റെ ഫോർമേഷനിൽ വ്യത്യാസം വരുന്നു. മഴയുടെ കനത്തിൽ, തിക്നെസ്സിൽ വ്യത്യാസം വരുന്നു. മഴത്തുള്ളികളുടെ ഇതിൽ വരുന്നു. മേഘങ്ങൾ രൂപപ്പെടുന്ന ഉയരത്തിന് വ്യത്യാസം വരുന്നു. ചില സമയത്ത് വലിയ ഉയരത്തിൽ നിന്ന് മേഘങ്ങളുണ്ടാകും, ചില സമയത്ത് താഴ്ന്ന മേഘങ്ങളുണ്ടാകുന്നു. അങ്ങനെ വലിയ മാറ്റം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥ മാറ്റത്തിൻ്റെ ഒരു വലിയ ഇരയായി മലയാളി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് ചില പങ്കും ഇല്ലാതില്ല, ഉണ്ടെന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടി വരും. കാരണം ഈ വ്യാപകമായി ഇങ്ങനെ ഈ ഓരോ പ്രദേശങ്ങളെയും നമ്മൾ കൺസർവേഷൻ ഇല്ലാതെ, നമ്മൾ മാനേജ്മെൻ്റ് ഇല്ലാതെ കൺസ്ട്രക്ഷൻ്റെ ലൈനിൽ മാത്രം ചിന്തിച്ച് പോകുന്നൊരു സമൂഹമാകുമ്പോൾ പ്രകൃതിക്കത് താങ്ങാനാകില്ല. അത് അതിൻ്റെ പ്രതികരണം നടത്തിക്കൊണ്ടേയിരിക്കും. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അതിൻ്റെ പ്രതികരണം വന്നുകൊണ്ടേയിരിക്കും.